ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ 18ാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യ അവതാരം നമ്മുടെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായി വരുത്തിയ ഒരു മാറ്റം ഉണ്ട്. അതേപ്പറ്റിയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ആദത്തിൻ്റെ പാപത്തെ തുടർന്ന് മനുഷ്യപ്രകൃതി അധപ്പതിച്ചു. അധപ്പതിച്ച മനുഷ്യപ്രകൃതി എന്നാണ് മനുഷ്യപ്രകൃതിയെ വിളിക്കുന്നത് പോലും, ഫോളൻ ഹ്യൂമൻ നേച്ചർ. ദൈവത്തോടും സഹചരോടും അവനവനോട് തന്നെയും സൃഷ്ടപ്രപഞ്ചത്തോടും മനുഷ്യനുണ്ടായിരുന്ന ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതേപ്പറ്റി യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ജഡത്തിൻ്റെ ദുരാശ, ഭൗതിക വസ്തുക്കളോടുള്ള ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇത് മൂന്നും അധപ്പതിച്ച മനുഷ്യപ്രകൃതിയുടെ സവിശേഷതകളാണ്. ഈ അധപ്പതിച്ച മനുഷ്യപ്രകൃതിയെ നവീകരിക്കാനാണ് പുത്രനായ ദൈവം നമ്മുടെ തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചത്. അതേപ്പറ്റി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 460-ാം ഖണ്ഡികയിൽ പ്രകാരം പഠിപ്പിക്കുകയാണ്: ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കുകളാക്കുവാൻ വേണ്ടിയാണ് വചനം മാംസം ധരിച്ചത്. മനുഷ്യപ്രകൃതിയിലെ കുറവുകൾ പരിഹരിക്കാനും ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കുകളാക്കാനും വേണ്ടിയാണ് പുത്രനായ ദൈവം വചനം മാംസം ധരിച്ചത്, അഥവാ മനുഷ്യനായത്. പത്രോസ് ശ്ലീഹായും ഇതേപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യം: ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവിക സ്വഭാവത്തിലുള്ള പങ്കുചേരലാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വിശുദ്ധ അത്തനേഷ്യസ് പറഞ്ഞത് മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി എന്നാണ്. മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി. ഈ ദൈവങ്ങളാക്കി തീർക്കുക എന്ന വാക്ക് തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കുന്ന വാക്കാണ്. അതുകൊണ്ട് അതേപ്പറ്റി ദൈവവചനം നമ്മൾ വായിച്ചു കേട്ടു. ദൈവിക സ്വഭാവത്തിലെ പങ്കുചേരൽ എന്നാണ് അതിനർത്ഥം. മനുഷ്യൻ ദൈവമായി മാറുക എന്നല്ല അർത്ഥം, മറിച്ച് ദൈവിക സ്വഭാവങ്ങൾ മനുഷ്യന് ലഭ്യമായി തീർന്നു പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം വഴി. ദൈവത്തിലുള്ള നന്മയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിലുള്ള എല്ലാ നമുക്കനുകരിക്കാൻ ആവുന്ന, ദൈവത്തിൽ നമുക്ക് അനുകരിക്കാനാവാത്തതുമായ നന്മകൾ, നമുക്ക് അനുകരിക്കാനാവുന്ന നന്മകൾ ഒക്കെ നമുക്ക് ലഭ്യമായി ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തോടെ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനക്രമത്തിൽ ഇപ്രകാരം സഭ പ്രാർത്ഥിക്കുന്നത്: അങ്ങയുടെ കർത്താവെ, നന്ദി പ്രകാശിച്ച് കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിൻ്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ
നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ദൈവിക സ്വഭാവത്തിൽ നമ്മെ ഭാഗവാക്കുകളാക്കാൻ പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യ അവതാരം കാരണമായി. ദൈവിക ജീവനിൽ തന്നെയും നമുക്ക് പങ്കാളിത്തം ലഭിച്ചു. ആ പ്രാർത്ഥന അവസാനം ഇപ്രകാരമാണ് സംഹരിക്കപ്പെട്ടിരിക്കുന്നത്: ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധ അത്തനേഷ്യസ് പറഞ്ഞ ആ വാക്ക് മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അത്തനേഷ്യസിൻ്റെ ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുകയാണ്. തൻ്റെ ദൈവത്വത്തിൽ നമ്മെ ഭാഗവാക്കുകളാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകപുത്രൻ നമ്മുടെ പ്രകൃതി സ്വീകരിച്ചു. മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. പ്രിയ സഹോദരങ്ങളെ, പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യ അവതാരം, ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജനനം നമ്മുടെ പ്രകൃതിയെ തന്നെ മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ദൈവപുത്ര പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവൻ അതിൽ പങ്കാളിത്തം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ ദൈവിക സ്വഭാവത്തിൽ ജീവിക്കുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യ ബലഹീനതകളെ അതിജീവിച്ച് പുത്രനായ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ നമുക്ക് കൃപ, അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ സഭയുടെ വിശുദ്ധരുടെ ജീവചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. നമ്മെപ്പോലെ അവരും ദുർബല മനുഷ്യപ്രകൃതിയുള്ളവരായിരുന്നു. എന്നാൽ ആ മനുഷ്യപ്രകൃതിയുടെ പരിമിതികളെയും ദൗർബല്യങ്ങളെയും അതിജീവിച്ച് ദൈവിക സ്വഭാവങ്ങൾക്ക് ഉടമകളായി അവർ ജീവിച്ചു. നമുക്കേവർക്കും മാതൃകകളായി. പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നമ്മുടെ മനുഷ്യപ്രകൃതിയെ മഹത്വം അണിയിച്ചു എന്ന് പറയുമ്പോൾ വിശുദ്ധരുടെ ജീവിതം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, മാതൃകയാണ്. നമുക്ക് ലഭിച്ച മനുഷ്യപ്രകൃതിയെ നമുക്ക് ഇല്ലാതാക്കാനാവില്ല. അതിൻ്റെ പരിമിതികളും അതിൻ്റെ ബലഹീനതകളും നമ്മോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. എന്നാൽ ഈശോയുടെ മനുഷ്യ അവതാരം മൂലം നമുക്ക് ഈശോയുടെ സ്വഭാവത്തിലേക്കും ഈശോയുടെ നന്മകളിലേക്കും ഉയരാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഒരു ഉന്നതമായ സൗഭാഗ്യ അവസ്ഥ നമുക്ക് സംലഭ്യമായിരിക്കുന്നെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാതലായ പരിവർത്തനം വരുത്താൻ നമുക്ക് സാധിക്കും. ആ ബോധ്യം നമ്മെ വ്യത്യസ്തരാക്കി മാറ്റുകയും ചെയ്യും. ക്രിസ്മസ് ഒരുങ്ങുമ്പോൾ ഇപ്രകാരമുള്ള ബോധ്യത്തോടെ നമ്മുടെ ദൗർബല്യങ്ങളെയും ബലഹീനതകളെയും ഈശോയുടെ മനുഷ്യാവതാരത്തെ യുഗതയാൽ ജയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹേന. ഞാൻ എബാഡ് 54 കൂടിയത്. അമ്മ നിർബന്ധിച്ചാണ് ഞാൻ ധ്യാനത്തിന് വരുന്നത്. എബാഡ് കൂടിയതിലൂടെയാണ് ഈശോനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയത്. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. എന്നാൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഈശോനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു. എബാഡിന് ശേഷമാണ് ഈശോനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയതും. എബാഡ് കൂടുന്ന സമയത്തായിരുന്നു. അതുപോലെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത് എബാഡിലൂടെയാണ്. പരിശുദ്ധ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കിയത് എബാഡിലൂടെയായിരുന്നു. അന്നാണ് ഞാൻ ശരിക്കും ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന അന്നാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേനെക്കുറിച്ച് അറിഞ്ഞത് എബാഡിലൂടെയാണ്. അമ്മേനെ എത്രമാത്രം വിലമതിക്കണം എന്ന് മനസ്സിലായത് എബാഡിലൂടെയാണ്. അതിനു മുമ്പേയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു,
പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയല്ലേ. എനിക്ക് എൻ്റെ അമ്മയുണ്ട്, ഈശോയ്ക്ക് ഈശോയുടെ അമ്മ. അപ്പോൾ ഈശോയുടെ അമ്മയായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ കാര്യമല്ല നമ്മുടെ കാര്യമൊക്കെ നോക്കണേ, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷേ അബാഡ് കൂടുന്ന സമയത്താണ് പരിശുദ്ധ അമ്മേനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും അമ്മ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായത് അബാഡിലൂടെയാണ്. അങ്ങനെയാണ് ജപമാല ചൊല്ലാനായിട്ട് കൂടുതൽ ഒരു പ്രചോദനം കിട്ടിയതും പരിശുദ്ധ അമ്മേനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതൊക്കെ അബാഡിന് ശേഷമാണ്. അതുപോലെ തന്നെ അബാഡിന് ശേഷം ഫോളോ അപ്പിനൊക്കെ വരുമ്പോഴാണ് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പഠിച്ചു തുടങ്ങിയത്. പ്രേക്ഷിത വേല ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പഠിക്കുവാണെങ്കിലും പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ ഈശോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തോടു കൂടെ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യും. വീക്കെൻഡിൽ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു ആവേശമായിരുന്നു ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട്. നമ്മൾ പുറത്ത് പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ പുറത്ത് വീട്ടുകാരുടെ കൂടെ പുറത്ത് പോയാലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോകണേലും കൂടുതൽ സന്തോഷം ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴാണ്. ശരിക്കുമുള്ള ഹാപ്പിനെസ് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴാണെന്ന് മനസ്സിലായത് പ്രേക്ഷിത വേലയിൽ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്.